ഹായ് ഫ്രണ്ട്സ്, ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള റാഗിപ്പൊടി കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല സോഫ്റ്റായ പുട്ടുണ്ടാക്കാം ഇന്ന്. ഇത് കറികളുടെ കൂടെയോ പഴത്തിൻ്റെ കൂടെയോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പാനിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 200 ml കപ്പാണ്. ഫ്ലെയിം മീഡിയത്തിലാക്കി ഇതൊന്ന് വറുത്തെടുക്കണം. റാഗിപ്പൊടി ഇതേപോലെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ പുട്ടിന് നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല മണമായിരിക്കും. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ആയിരിക്കണം, കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. പഞ്ചസാര കൂടി ഇടുമ്പം ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടി നല്ല ചൂട് മാറാൻ വേണ്ടി മാറ്റി വെക്കാം. പാനിയിലേക്ക് വെള്ളം ഒഴിച്ച് ചൂടാക്കുന്ന സമയത്ത് 2 കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ പുട്ടിന് നല്ല മണമായിരിക്കും. തണുത്ത് വന്ന റാഗിപ്പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് സാധാരണ പുട്ടിന് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. ഇതിന് കൂടുതൽ വെള്ളമൊന്നും ആവശ്യം വരില്ല കുഴക്കാൻ വേണ്ടി. എല്ലാ വെള്ളം ഒരേ സമയം ഒഴിക്കാനും പാടില്ല. വെള്ളത്തിൻ്റെ അളവൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വാങ്ങുന്ന പൊടീനെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ഇത് കുഴച്ചെടുക്കുമ്പോൾ ചെറിയ കട്ടകളുണ്ടാകും. അതെല്ലാം സാവധാനത്തിൽ കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മതി. റാഗി കഴിക്കുന്നത് നല്ല സ്കിന്നിനും ഹീമോഗ്ലോബിൻ കൂടാനും ഷുഗറും കൊളസ്ട്രോളും കുറയാനും നല്ലതാണ്. കട്ടകളൊന്നും ഇല്ലാതെ കുഴച്ചെടുത്ത ഈ പൊടി സാധാരണ പുട്ട് ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. റാഗി പുട്ടുണ്ടാക്കുന്ന സമയത്ത് തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി സാധാരണ പുട്ട് പുഴുങ്ങുന്നത് പോലെ തന്നെ ഇത് പുഴുങ്ങിയെടുക്കാം. ആവി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഓഫ് ചെയ്യാൻ പാടില്ല. 5 മിനിറ്റ് സമയം അതുപോലെ തന്നെ ആവി വരണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ നല്ല മണമായിരിക്കും ഈ പുട്ടിന്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റും കൂടിയായിരിക്കും. റാഗി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. റാഗി കഴിക്കുന്നത് നല്ലതാണെങ്കിലും ഒരളവിൽ കൂടുതൽ ഇത് കഴിക്കാൻ പാടില്ല. റാഗി കൂടുതൽ കഴിച്ചാൽ തടി കൂടാനുള്ള സാധ്യതയുണ്ട്. അധികമായാൽ അമൃതും വിഷെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് റാഗീൻ്റെ കാര്യം. തടി കുറക്കാൻ വേണ്ടി റാഗി കഴിച്ച് തടി കൂടിയവരും ഉണ്ട്. ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർ ഒരളവിലൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും. റാഗീൻ്റെ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.